ബഹുമാനിയായ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, അതുപോലെ തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ, അതുപോലെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV സഫീർ ഷാ ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഏവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ വളരെ ഊഷ്മളമായ സാഹോദര്യ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നേരത്തെ ഇവിടെ കണക്കുകൾ സൂചിപ്പിച്ചു. മലപ്പുറത്ത് +1 യോഗ്യത നേടിയിട്ടുള്ള, അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 3-1 കുട്ടിക്ക്, അതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ പറയുകയാണ്, 3-1 കുട്ടിക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരമില്ല എന്നതാണ് നമ്മുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 82,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട്. അതിൽ 30,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാൻ സൗകര്യമില്ല. അഥവാ മലപ്പുറത്ത് വിജയിച്ച +1 യോഗ്യത നേടിയ 3-1 കുട്ടിക്ക് മലപ്പുറത്ത് പഠിക്കാൻ അവസരമില്ല എന്ന് പറയുന്ന കണക്കാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു ക്രൂരമായ വിവേചനമാണ് മലപ്പുറത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെ 3-1 കുട്ടിക്ക് വളരെ ഭീകരമായ വിവേചനത്തോടുകൂടി സീറ്റ് നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് ബാച്ചുകളാണ് അനുവദിക്കേണ്ടത്. കാർത്തികേയൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് ബാച്ചുകൾ തന്നെയാണ് പരിഹാരം. 65-70 കുട്ടികളെ ക്ലാസ്സിലിരുത്തിക്കൊണ്ട് തിങ്ങി നിരങ്ങി ഇരുന്ന് പഠിക്കാൻ ഇനി മലപ്പുറത്തെ വിദ്യാർത്ഥികൾ തയ്യാറല്ല. വളരെ ക്വാളിറ്റിയുള്ള ഇവിടുത്തെ ലബ്ബ കമ്മീഷനും അതുപോലെ തന്നെ കാർത്തികേയൻ നായർ കമ്മീഷനും എല്ലാം സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ സർക്കാർ പണം ചെലവഴിച്ച് നടത്തിയിട്ടുള്ള കമ്മീഷനുകളാണ് കേരളത്തോട് പറഞ്ഞത് 40:1 അല്ലെങ്കിൽ 50:1 എന്ന രീതിയിൽ മലപ്പുറത്തെ ഇവിടുത്തെ കേരളത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാകണം. എന്നാൽ മലപ്പുറത്തെത്തുമ്പോൾ അത് 65-70 കുട്ടികൾ ക്ലാസ് റൂമിൽ തിങ്ങി നിരങ്ങിയിരുന്ന് അധ്യാപകർ മൈക്ക് ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന അവസ്ഥയാണ് മലപ്പുറത്തുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മുൻനിർത്തിക്കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് അടിസ്ഥാനത്തിൽ ഇവിടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന മന്ത്രിമാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെയും മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, മലപ്പുറത്തിന് സീറ്റില്ലെങ്കിൽ, മലപ്പുറത്തിന് ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള ബാച്ചുകൾ അനുവദിക്കുന്നില്ല എങ്കിൽ ഇവിടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മലപ്പുറത്തിന്റെ അതിർത്തി കടക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മലപ്പുറത്ത് ബാച്ചുകൾ അനുവദിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ വരുന്ന മന്ത്രിമാരെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെയും തടയാൻ തന്നെ തീരുമാനമെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ മുൻനിർത്തി, പോലീസ് ഉദ്യോഗസ്ഥരെ മുൻനിർത്തി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തെ ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് അങ്ങനെ തീർപ്പാക്കി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച ഒരു സംഘത്തിന്റെ പേരല്ല, ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട്, അവരുടെ നീതിക്ക് വേണ്ടി ചേർന്ന് നിന്നുകൊണ്ട് അവരെ ഒറ്റുകൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരിക്കാം. വിദ്യാർത്ഥി പക്ഷത്തെ ഒറ്റുകൊടുക്കാത്ത അവരുടെ ആവശ്യത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് വിജയിപ്പിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഫ്രട്ടേണിറ്റി.